പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഞെട്ടിക്കുന്ന കൊലപാതക ഗൂഢാലോചനകളുടെ വിവരങ്ങൾ പുറത്ത്. ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇറാന്റെ പ്രധാന നയതന്ത്ര പ്രതിനിധികളെ ഇസ്രയേൽ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇക്കാര്യം അമേരിക്ക രഹസ്യമായി ഇറാനെ അറിയിച്ചിരുന്നുവെന്ന രഹസ്യ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ ഇറാന്റെ മുതിർന്ന നേതാക്കളെ ഓരോന്നായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രയേലിന്റെ ശ്രമം. മുൻ ദേശീയ സുരക്ഷാ മേധാവി അലി രാജാനി, മുൻ വിദേശകാര്യമന്ത്രി കമൽ ഖറാസി എന്നിവരെ ഇസ്രയേൽ വകവരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അരാക്ചിയും ഖാലിബാഫും ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെയും പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നീക്കം നടത്തിയേക്കാമെന്നായിരുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥർ അന്ന് ഭയപ്പെട്ടത്. ഈ രണ്ട് നേതാക്കളും ഇല്ലാതായാൽ ചർച്ചകൾ പൂർണ്ണമായും തകരുമെന്നായിരുന്നു വാഷിംഗ്ടൺ ഭയപ്പെട്ടത്. ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ഏപ്രിൽ 12-ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഇസ്ലാമാബാദിൽ ചർച്ച കഴിഞ്ഞ് ടെഹ്റാനിലേക്ക് മടങ്ങുകയായിരുന്ന ഖാലിബാഫിന്റെ വിമാനത്തെ ഇറാഖ് വഴി കടന്ന് 2 ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ വിവരം ഉടൻ തന്നെ വിമാനത്തിന് കൈമാറി ടെഹ്റാനിലേക്കുള്ള യാത്ര ഒഴിവാക്കി ഖാലിബാഫ് മഷ്ഹദിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. ഈ സംഭവം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ആദ്യ സൂചന കൂടിയാണ്. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക മുൻഗണന നൽകിയപ്പോൾ വെടിനിർത്തലിനോട് ഇസ്രയേൽ തുടക്കം മുതൽ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ഭിന്നത പിന്നീട് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള പരസ്യമായ വാക്പോരിലേക്കും വളർന്നു. കൂടാതെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങളിൽ നെതന്യാഹുവിനെതിരെ ട്രംപ് അതീവ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും വ്യത്യസ്തമായ വഴികളാണ് തിരഞ്ഞെടുത്തത്. നെതന്യാഹുവിന്റെ പരസ്യമായ തള്ളിപ്പറയലുകളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വാഷിംഗ്ടൺ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നത്. നിലവിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ തുടരുകയാണെങ്കിലും മേഖലയിലെ സംഘർഷം ഇപ്പോഴും അയഞ്ഞിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും ഇറാന്റെ ആണവ പദ്ധതികളും ചർച്ചകളിലെ പ്രധാന വിഷയങ്ങളായി ഇപ്പോഴും തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.